എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ ഒരു ദിവസം നമുക്ക് ദാനമായി ലഭിച്ചു. ഇന്നത്തെ ധ്യാനത്തിനായി തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ഒരുങ്ങി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സഭയെ ഓർമ്മിപ്പിക്കണം എന്ന് രേഖപ്പെടുത്തുകയാണ്. ക്രിസ്തീയ വിശ്വാസികൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കേണ്ടതാണ്. പോർക്കളത്തിൽ ഏതു നേരത്തും ഒരുങ്ങിയിരിക്കുന്ന ഒരുവനോടാണ് ഒരു വിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നത്. ഒരു പരദേശി എന്ന നിലയിൽ ഒരു വിശ്വാസി എപ്പോഴും കൂടാരം മാറ്റി അടിക്കാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. നമ്മുടെ പ്രത്യാശയെപ്പറ്റി ചോദിക്കുന്നവരോട് മറുപടി പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. ഒരു സുവിശേഷകൻ വചനം പ്രസംഗിക്കാൻ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. ആമോസ് 4-ാം അധ്യായത്തിൻ്റെ 12-ലാണ് അത് കാണുന്നത്. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും നമ്മുടെ മരണവും എപ്പോൾ എന്ന് നാം അറിയുന്നില്ല. നാളും നാഴികയും അറിയാത്തതിനാൽ ഒരുങ്ങിയിരിക്കുക. സഭ എന്ന മണവാട്ടിയെ ഒരുക്കപ്പെട്ടവളായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 19:7. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ഉപദേശത്തിൽ ഒരുക്കത്തിനുള്ള ആഹ്വാനമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയതും ഒരുക്കത്തിൻ്റെ ആഹ്വാനമാണ്. അന്ത്യകാല ഉപദേശത്തിൽ കർത്താവ് ഊന്നിപ്പറഞ്ഞതും ഇതുതന്നെയാണ്. അങ്ങനെ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഈ ബന്ധത്തിൽ കർത്താവ് 3 ഉപമകൾ പറഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ. 1, യജമാനൻ്റെ മടങ്ങി വരവിന് കാത്തിരിക്കുന്ന ദാസൻ. 2, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന കന്യകമാർ. 3, താലന്തുകൾ വ്യാപാരം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ദാസന്മാർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിലാണ് ഈ ഒരുങ്ങിയിരിക്കേണ്ട ആളുകളെക്കുറിച്ച് പറയുന്നത്. താലന്തുകളുടെ ഉപമയിൽ നൽകിയിട്ടുള്ള പ്രബോധനം നമ്മൾ വേർതിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, 1, തൻ്റെ സമ്പത്താണ് ദൈവം ദാസന്മാരെ ഏൽപ്പിച്ചത്. യജമാനൻ്റെ സമ്പത്ത് തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചു. മത്തായി 25:14. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സമ്പത്താണ്. നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ സകലവും ദൈവത്തിൻ്റെ വകയാണ്. കാര്യവിചാരകത്വത്തിനായി നമ്മെ ഏൽപ്പിച്ചു എന്ന് മാത്രം. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. 2, യജമാനനാണ് ഇവ വിഭാഗിച്ച് തന്നത്. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യജമാനൻ തൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് തൻ്റെ സമ്പത്ത് വിഭാഗിച്ചു. ലഭിച്ചിട്ടുള്ള താലന്തുകളുടെ എണ്ണമോ വലിപ്പമോ ഓർത്ത് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ പിറുപിറുക്കുകയോ നിരാശപ്പെടുകയോ ചെയ്താൽ ഏൽപ്പിക്കപ്പെട്ട താലന്ത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോവുകയും നിഷ്പ്രയോജന ഭൃത്യന്മാരായി തീരുകയും ചെയ്യും. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഇങ്ങനെ എഴുതി, എല്ലാവരും അപ്പോസ്തലന്മാരോ,
എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീരപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവരും രോഗശാന്തിയുള്ളവരോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? അല്ല എന്നുള്ളതാണല്ലോ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ലഭിക്കുന്ന താലന്ത് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ അളന്ന് നൽകിയതാണെന്നുള്ള ബോധം നമുക്ക് തൃപ്തി നൽകും. 3, യജമാനന്റെ സാന്നിധ്യത്തിൽ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഈ താലന്ത്. അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. എത്ര ഗൗരവമായ ഒരു ചിന്തയാണിത് എന്നോർക്കണം. അവൻ നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി. പൗലോസ് പറയുന്നത്, കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. തൻ്റെ ജീവിതത്തിൻ്റെ ധന്യതയോ പ്രാഗൽഭ്യമോ കൊണ്ടല്ല. മുൻപേ നിഷ്ഠൂരനും ഉപദ്രവിയും ആയിരുന്ന എന്നോട് ദൈവം കരുണ കാണിച്ച് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തെ നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അവിശ്വസ്തരായി കണ്ടാൽ നാം ദുഃഖിക്കാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം തൃപ്തനാണ്. യജമാനൻ നൽകിയ താലന്തുകൾ വ്യാപാരം ചെയ്യാവുന്നതാണ് എന്നത് 4-ാമത്തെ ചിന്തയാണ്. 5 താലന്തുള്ളവനും 2 താലന്തുള്ളവനും വ്യാപാരം ചെയ്ത് അത് വർദ്ധിപ്പിച്ചു. ലഭിച്ച താലന്ത് കുഴിച്ചിട്ട അവിശ്വസ്തനായ ദാസനോട് യജമാനൻ പറഞ്ഞത്, ഇത് നീ പൊൻവാണിഭക്കാരെ ഏൽപ്പിച്ചിരുന്നു എങ്കിൽ പലിശയെങ്കിലും വാങ്ങാമായിരുന്നു എന്നതാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്ത് വിലയേറിയതാണ്. വളരെ ചെറുത് എന്ന് തോന്നിയാലും വ്യാപാരം ചെയ്താൽ വർദ്ധിക്കുന്നതാണ്. ഒരു ചെറിയ കവിണ ആയാലും 5 അപ്പമായാലും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് വർദ്ധിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യും. അല്പം മാത്രമെന്ന് കരുതി നിഷ്ക്രിയരായിരിക്കുന്നവരുണ്ട്. താലന്തുകൾ യജമാനന്റെ വകയായതിനാൽ അവ പ്രയോജനമുള്ളതാണ്. രോഗക്കിടക്ക, പണനഷ്ടം എന്നിവ പോലും ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ചിന്ത, ഒരു കാലത്തേക്ക് മാത്രമേ താലന്തുകൾ നൽകപ്പെട്ടിട്ടുള്ളൂ. ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് യാത്ര പോയ യജമാനൻ വളരെ കാലം കഴിഞ്ഞ് വന്നു. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും കുറേ കാലത്തേക്ക് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾക്കും ആരോഗ്യത്തിനും ഒരു പരിധിയുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും സമയം വേണ്ടും പോലെ പ്രയോജനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതവ. അങ്ങനെ വന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സമയം പാഴാക്കരുത്. ആയുസ്സിനെ പറ്റി സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ ഇന്ന് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോഴാണ്. താലന്തുകൾക്കെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. യജമാനൻ വന്ന് തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർത്തു. ലഭിച്ചിരിക്കുന്ന താലന്തുകളുടെ കണക്ക് തീർപ്പാൻ യജമാനന്റെ മുൻപിൽ നിൽക്കേണ്ടി ഒരു സമയമുണ്ട്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവിധം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അതുകൊണ്ട് പ്രയത്നങ്ങളെയും നേട്ടങ്ങളെയും എല്ലാം ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഭാഗ്യലോക ജീവിതത്തിൽ വിലയിരുത്തലുകൾ പലതുമുണ്ടെങ്കിലും തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് നേടിയതെന്ത് എന്നറിയാൻ കഴിയുള്ളൂ. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാം തങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. നിത്യതയുടെ വെളിച്ചത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ്.
തനിക്ക് ലഭിച്ച ആയുസ്സും ആരോഗ്യവും താലന്തുകളും ക്രിസ്തുവേശുവിന് വേണ്ടി ചെലവഴിച്ച പൗലോസ് അപ്പോസ്തലൻ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് പ്രത്യാശിക്കുന്നു. എപ്പോഴും തൻ്റെ ദൈവത്തെ അഭിമുഖീകരിക്കാൻ അവൻ ഒരുക്കമുള്ളവനായിരുന്നു. 5 താലന്തായാലും 1 താലന്തായാലും കണക്ക് ബോധിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിന് നമ്മൾ തയ്യാറാണോ? നിത്യത എവിടെയെന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. എന്നാൽ നിത്യത അഭിമുഖീകരിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ എന്നത് ചിന്തനീയമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. കർത്താവെ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും അടിയങ്ങൾ ആശ്രയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിന് ഇരകളായി തീർന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വൻ ദുരന്തത്തിന് സാക്ഷികളായി കർത്താവെ അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ചടിയങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയുടെ മേലൊടുന്ന് അധികാരമുള്ള ദൈവമാകിയാൽ സ്തോത്രം. അവിടുത്തെ കൃപയാലും കരുണയാലും എല്ലാവരെയും അവിടുന്ന് നിയന്ത്രിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനിടയാക്കുകയും ചെയ്യണമേ. ധൈര്യം നൽകി ആശ്വസിപ്പിക്കണമേ. അടിയങ്ങളുടെ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. പിന്നിട്ട ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും ലഭിച്ച ദൈവകൃപ അനുഭവിച്ചും ആസ്വദിച്ചും പ്രതീക്ഷയോടെ മുൻപോട്ട് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.